അസ്സലാമലൈക്കും. ഇന്ന് കക്ക റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സവാള, 3 തക്കാളി, ഒരു 7 പച്ചമുളകും, ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിക്കണം കേട്ടോ. ഇതിലേക്ക് കക്ക കഴുകിയൊക്കെ ഫ്രഷാക്കി വെച്ചതാണ്. എന്നിട്ട് ആ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിക്കണം കേട്ടോ. കറിവേപ്പില കഷ്ണമാക്കി എടുത്തിട്ടില്ല, അതൊരു തണ്ടാണ് എടുത്തത്. ഇനി ഈ സവാളയും പച്ചമുളകും ആ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കട്ടോ. നമ്മൾ സമ്മന്തിക്കൊക്കെ ആക്കൂലേ, അതേ രൂപത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് വന്നിക്കണം. ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നുകൊണ്ട് മാറ്റി വെക്കട്ടോ. അതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്തിക്കണം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 4 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിരിക്കണം. എന്നിട്ട് ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു മണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ, അതൊന്ന് ഇനി ആ വെളിച്ചെണ്ണയിലൊന്ന് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ. ഓവറായിട്ട് അങ്ങോട്ട് മൂക്കണ്ട, ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറാനുണ്ട്. ഈ രീതിയിൽ സവാളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് മിക്സിയിൽ ഒതുക്കിയിട്ട് ഇനി ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സവാള ഇങ്ങനെ എത്ര വേവിച്ചാലും ചിലപ്പോൾ കാണും ഇങ്ങനെ കഷ്ണങ്ങളായി കിടക്കണം റോസ്റ്റൊക്കെ വെക്കണേൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ്. പിന്നെ ടേസ്റ്റിനാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ എരിവിനനുസരിച്ച് മുളകും പൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നേ ആ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ മുളകിൻ്റെയും മല്ലിപ്പൊടിൻ്റെ ഒക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം മൂത്ത് വന്നപ്പോൾ ഇനി അതിലേക്ക് കക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കക്ക നന്നായി കഴുകിയെടുത്തതാണ്. ഇത് അറുത്ത് കിട്ടിയ കക്കനാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ ഫ്രഷ് നമ്മൾ ജീവനുള്ളത് കൊണ്ടുവരുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതന്നെ ഞങ്ങൾ പുഴുങ്ങിയിട്ട് അറെടുക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല കേട്ടോ, ഇതിങ്ങനെ അറുത്തതായിട്ട് ഇവിടെ കൊണ്ടുവരും വണ്ടിക്കാർ, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോഴേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കിയതാണ്. എന്നിട്ട് ഒന്നും പാടിക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടിയിലേക്ക് പിടിച്ചിട്ടാന്നൊക്കെ നോക്കുകയും വേണം. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ലല്ലോ, ആ സവാള അരച്ച ആ ഒരു നീര് തന്നെ ഉള്ളൂ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ലേന്നല്ലോ, അപ്പോൾ ആ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തക്കാളി ലാസ്റ്റ് മുളകും പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടുമ്പോൾ അതിൽ അടി പിടിക്കൊന്നുമില്ല കേട്ടോ, ഈ വെള്ളം ഇല്ലാത്തേക്ക്. പിന്നെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇടുമ്പോൾ അപ്പോൾ ഇനി തക്കാളി ഇതൊക്കെ പടിക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിരിക്കണം. അപ്പോൾ അതിലേക്ക് ലേശം പാടിക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിലേക്ക് കുറച്ചും പാടിയൊക്കെ ഒന്ന് ഉപ്പിട്ട് കൊടുത്തിക്കണം. ഇനി ഇതൊന്നും പാടിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും പാടിക്ക് അടച്ച് വെക്കട്ടോ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളി ഇട്ടതിൻ്റെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്കൊരു ആവശ്യത്തിനുള്ള റോസ്റ്റിനുള്ള ഒരു നീരൊക്കെ ആയി വന്നും ചെയ്തല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് പാടിക്കട്ടോ.
അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, സൂപ്പറാണ് കേട്ടോ. നമുക്ക് ചോറിക്കാണെങ്കിലും ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി വെന്ത് വറ്റി വന്നിക്കണം കേട്ടോ. നല്ല റോസ്റ്റ് രൂപത്തിലായി വന്നിക്കണം. ഇനി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് പണിയാണ് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേഗം ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. ആ കറിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും ഇവിടെ ലാസ്റ്റ് കൊണ്ട് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണം, ഒരു പ്രത്യേക ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഇറക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.